മേ ബി ക്യാൻസർ ആയിരിക്കുമെന്ന് ഡോക്ടേഴ്സിന് ഡൗട്ടായിരുന്നു. ബിക്കോസ് FNSC, അതായത് നമ്മുടെ കുത്തി പരിശോധനയിൽ ആ റിപ്പോർട്ടിൽ അൺക്ലിയർ എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അതുണ്ടായ കാരണം എന്താണെന്ന് ശരിക്കും വ്യക്തമല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ ബയോപ്സിക്ക് അയക്കാം, ബയോപ്സി അയച്ചാലേ കൂടുതൽ കാരണം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇന്ന് ഹെൽത്തി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് ഓവർകം ചെയ്തുകൊണ്ട് തന്നെയാണ്. സോ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സർജറി എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ പറയാം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി എൻ്റെ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യണമെന്നോ ഞാൻ ചെയ്ത രീതിയൊക്കെ ഫോളോ അപ്പ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യുക. കാരണം എൻ്റെ അനുഭവം ആയിരിക്കത്തില്ല എല്ലാവർക്കും. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ വിഷയം തൈറോയ്ഡ് ആയതുകൊണ്ട് തന്നെ തൈറോയിഡിനെ കുറിച്ചൊന്നും ബ്രീഫായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും എൻ്റേതായ രീതിക്ക് നമുക്കൊന്ന് തൈറോയ്ഡ് എന്താണെന്നും ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, തൈറോയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് കാണുന്ന ഒരു ചെറിയ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. നോർമലി പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മാസ്റ്റർ സ്വിച്ച് എന്ന് വേണേൽ പറയാം. എൻ്റെ ഒരു പൊട്ട രീതിയിൽ പറയുവാണെങ്കിൽ എന്താ, കാറിന് എഞ്ചിൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ബോഡിയുടെ സ്പീഡ് ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്. അത് കൂടിയാലും പ്രശ്നമാണ്, അത് കുറഞ്ഞാലും പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് വരുമ്പോഴാണ് നമുക്ക് തൈറോയ്ഡ് ഉണ്ട് അല്ലെങ്കിൽ തൈറോയ്ഡ് കുറഞ്ഞു എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മെയിൻ കഥാപാത്രം തന്നെയാണ് ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത്. ഇത് ഹോർമോണാണ് T3 and T4. നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസവും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവരായിരിക്കും. ഇവന്മാരുടെ സ്പീഡ് കൂടിയാലും പ്രശ്നമാണ്, സ്പീഡ് കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. ഹൈപ്പർതൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർതൈറോയിഡിസം ഉണ്ട്. ഹൈപ്പർതൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ കുറയുന്ന ഒരവസ്ഥയാണ്. കാരണം എന്താ, നമുക്ക് അമിതമായിട്ട് തടി കൂടുക, മുടി കൊഴിച്ചിൽ, മടി, അങ്ങനെയൊക്കെയല്ല. നമ്മുടെ ശരീരം ഫുൾ സ്ലോ ആയിരിക്കും, ഹോർമോൺ കുറയുന്ന ഒരു അവസ്ഥയാണല്ലോ. ഹൈപ്പർതൈറോയിഡിസം ഹോർമോൺ കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിൽ നമുക്കുണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം മെലിഞ്ഞ് നല്ലപോലെ മെലിയും, കണ്ണ്, അതായത് നമ്മളിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും, കണ്ണിൻ്റെ കൃഷ്ണമണികളൊക്കെ, ഹാർട്ട് ബീറ്റ് കൂടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൈപ്പർതൈറോയിഡിസത്തിലും വരുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് TSH, T3, T4 ആൻഡ് anti-TPO എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇത്രയാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തൈറോയിഡിനെ കുറിച്ച് ഏകദേശം ഒരു ഊഹമായിട്ടുണ്ട്. ഇനി എനിക്ക് എങ്ങനെയാണ് ഈ തൈറോയ്ഡ് ഉണ്ടായത് മുതലുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം. അതായത് 2020 അതായത് എനിക്കിങ്ങനെ വിട്ടുമാറാത്ത പനി എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പനി വരുന്നത് പല പല കാരണങ്ങളുണ്ടാവില്ല. അപ്പോൾ പനി ഇങ്ങനെ വിട്ടുമാറാതെ വരും. ഫസ്റ്റ് നമുക്ക് പനി തുടങ്ങുമ്പോൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, നമുക്ക് ത്രോട്ടിൽ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് നല്ല കട്ട വേദന ആയിരിക്കും തൊണ്ടയ്ക്ക്. അപ്പം അത് നോർമലി യൂഷ്വലി എല്ലാവർക്കും പനി വരുമ്പോൾ തുടങ്ങുന്നതാണ് തൊണ്ടയിൽ തുടങ്ങുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ വിട്ടുമാറാതെ ഒരു അലർജി പോലെ, എന്താ പറയുക, ഒരു ഇൻഫെക്ഷൻ പോലെ ഇങ്ങനെ ഒരു കാരണവുമില്ല, തണുപ്പാണെങ്കിലും വെയിലാണെങ്കിലും ചുമ്മാ ഇങ്ങനെ പനി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഡോക്ടറിലേക്ക് പോയി. പനി എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറിലേക്ക് പോയി. യൂഷ്വലി ഡോക്ടർ അന്ന് ഒരു ഏജ് എത്തിയ കുട്ടിയായതുകൊണ്ട് തന്നെ TSH നോക്കിയിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഇല്ല. അപ്പോൾ TSH ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അന്നാണ് എനിക്ക് TSH ഉണ്ട് അല്ലെങ്കിൽ തൈറോയ്ഡ് എന്ന് പറയുന്ന അസുഖം ഉണ്ടെന്ന് തന്നെ അന്ന് അറിയുന്നത്. കാരണം തന്നെ TSH നോക്കി എനിക്ക് റേറ്റ് 9. അപ്പോൾ അറിയാമല്ലോ, തൈറോയ്ഡ് ഹോർമോൺ കൂടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടിയത് കൊണ്ടാണ് ഞാൻ നല്ലപോലെ മെലിഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം അത് അന്ന് മുതൽ എനിക്ക് ഡോക്ടർ ടാബ്ലറ്റ് തന്നു. അന്ന് മുതൽ ഞാൻ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങി. അന്നത്തെ ആ ഇയർ മുതൽ ആ ടാബ്ലറ്റാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പനി വരുമ്പോഴത്തേക്കും ഇങ്ങനെ തൊണ്ടയ്ക്ക് ഭയങ്കര സിറ്റുവേഷൻ, വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. അതെനിക്ക് ഈ ഒരു പോർഷൻ അങ്ങനെ വീർത്തിരിക്കത്തില്ലായിരുന്നു. അപ്പം വീണ്ടും എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഗുളിക കഴിക്കാൻ കുറച്ച് മടിച്ചാണ്. അപ്പം മാറിക്കോളും എന്ന് വിചാരിച്ച് ഞാൻ ആരും അറിയാതെ ഒരു 6 7 മാസം ഞാൻ ഈ ടാബ്ലറ്റ് കഴിച്ചില്ല. കഴിക്കാതിരുന്നപ്പോഴത്തേക്കും ഇവൻ്റെ അവസ്ഥ അങ്ങോട്ട് കൂടി. കാരണം ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല, ആരോടും ഞാൻ പറഞ്ഞില്ല. എനിക്ക് കഴിയത്തില്ല എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേറ്റ് ഈ ഗുളിക കഴിക്കണം. എന്നാൽ നിസ്സാര കാര്യമാണ്, ആ ഗുളിക കഴിക്കാനായിട്ട് വലിയ പാടില്ല. പക്ഷെ എനിക്ക് കഴിയത്തില്ല, മടിച്ച്. അങ്ങനെ ഞാനത് സ്കിപ്പ് ചെയ്ത് വീട്ടിലാരോടും പറഞ്ഞില്ല. അങ്ങനെ പറയാതെ വെച്ചുകൊണ്ടിരുന്ന് 6 7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ഇങ്ങനെ വിട്ടുമാറാത്ത പനി വരും, ഇവിടെ ഇൻഫെക്ഷൻ ആകും. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനായി. വീണ്ടും ഡോക്ടറിലേക്ക് പോയി. അപ്പോഴത്തേക്കും എനിക്കിവിടെ ചെറിയൊരു തടിപ്പ് പോലെ തുടങ്ങി. ഈ ഒരു സെൻറ്റർ പോർഷനിൽ ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ തടിച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നമുക്ക് സർജനെ കാണിക്കും, ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല, ഇതുവരെ ഇല്ലാത്ത തൊണ്ടയിലൊരു സംഭവം വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സർജനെ കാണിക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ സർജനല്ല, ജനറലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സർജനെ കാണിക്കാൻ വെച്ച് സർജനയ്ക്ക് പോയി. അപ്പോൾ ആ ഡോക്ടർ ഇതിങ്ങനെ ഒന്ന് പിടിച്ച് അമർത്തി നോക്കി. ഇങ്ങനെ അമർത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചെറുതായിട്ടൊരു തടിപ്പുണ്ട്, കുഴപ്പമില്ല, നമുക്ക് സർജറി ഒന്നും, അന്ന് 2020 കാര്യം പറഞ്ഞാൽ
സർജറി ഒന്നും വേണ്ട, ചെറിയൊരു തടിപ്പ് തോന്നുന്നത് നമുക്ക് ടാബ്ലറ്റ് എടുത്ത് തന്നെ മാറാം. തൈറോയിഡിൽ ഇൻഫ്ലമേഷൻ വന്നതുകൊണ്ടാണ്, നമുക്ക് ഗുളിക എടുത്താൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതും അന്നങ്ങനെ കേട്ട് സമാധാനമായിട്ട് പോകുന്നു. പിന്നെ ഇങ്ങനെ ഞാൻ വെച്ചുകൊണ്ടിരുന്ന് ഗുളിക കഴിക്കാത്തതിൻ്റെ അവസ്ഥയാണ്, മനസ്സിലായില്ല. അത് വെച്ചുകൊണ്ടിരുന്നാൽ എന്നും അത് ഞാൻ പറഞ്ഞത് മുള്ളുകൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥ വരെ ഞാൻ കൊണ്ടുവച്ച്. ഓക്കെ, അപ്പം ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സീനായി. കാരണം ഞാൻ കഴിക്കാത്ത കാര്യം അവർക്ക് അറിയത്തില്ല, ഞാൻ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരിയ്ക്കുന്നത്. അപ്പോൾ വീണ്ടും ഇങ്ങനെ സിറ്റുവേഷൻ മാറി മാറി വരിക. വീണ്ടും സർജനെ കാണാൻ പോയി. അപ്പോഴും ഡോക്ടറിനോട് ഞാൻ കള്ളം പറഞ്ഞു, ഡോക്ടറിനോടും വക്കീലിനോടും കള്ളം പറയരുതെന്ന് പറഞ്ഞു. അപ്പം കഴിക്കുന്നില്ലായിരുന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, വഴക്ക് കേൾക്കണ്ടല്ലോ എന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ തൈറോയിഡിനെ വല്ലാത്തൊരു ലെവലിലോട്ട് കൊണ്ടെത്തിച്ച്, അത് ഞാൻ തന്നെ അങ്ങനെ കൊണ്ടെത്തിച്ചത്. വീണ്ടും പോയി, വീണ്ടും ചെറിയ പനി വരുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ ഒട്ടും അനക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റാത്തൊരവസ്ഥയായി. ഇവിടെ ഇങ്ങനെ ഒന്ന് വിഴുങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി ഇവിടെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട്. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഇങ്ങനെ വെക്കും, ഇങ്ങനെ വലിച്ചെടുക്കണം, ആ ഒരു അവസ്ഥ. അത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. കാരണം ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല, ഇങ്ങനെ വെക്കും നമ്മൾ. അതൊരു ചെറിയൊരു ബ്രീത്തിങ് ആയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റാത്ത പോലെ, ശ്വാസം കിട്ടാത്ത പോലത്തെ അവസ്ഥ. ആർക്കും അറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്വോളോ ചെയ്യാൻ എന്തെങ്കിലും ഫുഡ് ഹെവി ആയിട്ട് ചൊറക്ക ഇറക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് ഇറങ്ങി പയ്യാണ് പോകുന്നത്. അപ്പോൾ സ്വോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നല്ലപോലെ വണ്ണം കുറഞ്ഞ് മെലിഞ്ഞായിരുന്നു. ഞാൻ ഇവിടെ ഫോട്ടോയൊക്കെ കാണിക്കാം, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഞാൻ കാണിക്കാം. അന്ന് ഞാൻ ശരിക്കും മെലിഞ്ഞായിരുന്നത്. ആളുകൾ ഞാനൊന്നും കഴിക്കാനിട്ടാന്ന് വരെ പറഞ്ഞ്, ശരിക്കും മെലിഞ്ഞ്. കഴിക്കുന്ന ഒന്നും ശരീരത്തിൽ പിടിക്കുന്നില്ല. കാരണം എന്താ, ഹൈപ്പർ തൈറോയിഡിസം ആയതുകൊണ്ട് അത് നല്ലപോലെ ഹെവി ആയിട്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് നല്ലപോലെ മെലിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പലർക്കും പലതായിരിക്കും. ഈ കണ്ണ് ബൾജ് നിൽക്കുമെന്നൊക്കെ പറയത്തില്ല, അത് എനിക്കില്ലായിരുന്നു. എനിക്ക് ഈ ബ്രീത്തിങ് പ്രോബ്ലം, ഇറക്കാനുള്ള ബുദ്ധിമുട്ടും ശരീരം മെലിയുക, ആ 3 സംഭവം മാത്രമേ എനിക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഇവിടെയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പിക്ക് കാണിച്ചു തരാം. അങ്ങനെ വന്നപ്പോഴത്തേക്കും വീണ്ടും സർജനെ കാണാൻ പോയി. അപ്പോൾ സർജൻ പറഞ്ഞ് നമുക്ക് ഒരു അൾട്രാസൗണ്ട്, നെക്കിൻ്റെ ഒരു അൾട്രാസൗണ്ടും കൂടി ചെയ്ത് നോക്കാം. എന്തായിരിക്കും, ഓൾറെഡി തൈറോയ്ഡ് ഉണ്ട്, T3 T4 ഒക്കെ ലെവലൊക്കെ മാറിക്കിടക്കും. അപ്പം ഈ മുഴ പോലെ നിൽക്കുന്ന എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അൾട്രാസൗണ്ട് ചെയ്ത്, അൾട്രാസൗണ്ടിൽ 4 നോഡ്യൂൾസ് ഉണ്ടെന്ന് വ്യക്തമായി. സന്തോഷമായി. കാരണം അതായത് ആ ബൾജ് ചെയ്ത് നിന്നത് മുഴയല്ല, അത് നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി വീക്കം വന്നതാണ്. അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നീര് വെച്ചിട്ടാണ് അതങ്ങനെ വീർത്ത് നിൽക്കുന്നത്, അല്ലാതെ അത് മുഴയല്ലായിരുന്നു. ഓക്കെ, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വീക്കം, ഇൻഫ്ലമേഷൻ വന്നുകൊണ്ട് അത് മാറത്തില്ല. ഗുളിക കഴിച്ചിട്ടും അത് മാറ്റാൻ പറ്റുന്നില്ല. അതിങ്ങനെ വീർത്ത് കെട്ടി ഇങ്ങനെ ഇരിക്കുക. തൈറോയിഡിൻ്റെ ഗ്രന്ഥി അനങ്ങാൻ മേലാതെ പാവം ഇങ്ങനെ ഇരിക്കരുത്. അപ്പം ആ നീരാണ് ഈ മുഴയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അൾട്രാസൗണ്ടിൽ ആ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ റൈറ്റ് ലോബിൽ 4 നൊഡ്യൂൾസ് ഉള്ളതായിട്ട് വ്യക്തമായി. അതായത് നമ്മുടെ ഈ വലതുവശത്ത് തൈറോയ്ഡ് ചിത്രശലഭം പോലെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ വലത് സൈഡിൽ എനിക്ക് 4 കുഞ്ഞി മുഴയുണ്ടായിരുന്നു. വലുതല്ല, അത് പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കത്തില്ല, ഈ നീര് മാത്രമാണ് ഇങ്ങനെ നിന്നത്. അത് കാണാൻ വയ്യ, ഉള്ളിലല്ലേ. അപ്പം റൈറ്റ് സൈഡിലാണ് 4 കുഞ്ഞു മുഴയുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അൾട്രാസൗണ്ടിൽ അതും തീരുമാനമായി. അതുകൊണ്ടിൽ 4 മുഴയുണ്ടെന്ന് അറിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. വീണ്ടും ടാബ്ലറ്റ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. ഇവർ പറഞ്ഞ ഫുഡ് ഞാൻ അവോയ്ഡ് ചെയ്തു. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെയും കൊണ്ടുപോവാണ്. കാരണം മുഴ കുഴപ്പമില്ല, അത് ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടായതാണ്, കുഴപ്പമില്ല. എന്നിട്ടും എനിക്ക് പറ്റുന്നില്ല. പിന്നെയും ഇത് വല്ലാത്തൊരവസ്ഥ, വീണ്ടും തൊണ്ടക്ക് ഇറിറ്റേഷൻ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഡോക്ടറിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുഴ കണ്ടതുകൊണ്ട് തന്നെ നമുക്കൊരു FNSC എടുത്തു നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ കുട്ടി പരിശോധനയിൽ എന്തുകൊണ്ടാണ് ആ മുഴ ഉണ്ടായതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പത്തോളജിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് FNSC ചെയ്യാൻ വേണ്ടി പോയി. FNSC ചെയ്തപ്പം അതിൻ്റെ റിസൾട്ട് വന്നത് ഞാൻ പറഞ്ഞില്ല, അൺക്ലിയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം വ്യക്തമാവുന്നില്ല, എന്ത് കാരണത്താലാണ് ആ കുഞ്ഞു 4 മുഴ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വന്നതെന്ന് വ്യക്തമാവുന്നില്ല. ഈ മുഴ വന്നത് എന്ത് കാരണത്താലാണെന്ന് റിപ്പോർട്ടിൽ തെളിയാത്തത് കൊണ്ട് തന്നെ വീണ്ടും പേടിച്ചത് എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയായി. അപ്പം ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വീണയുടെ ഇഷ്ടമാണ്, വീണയാണ് തീരുമാനിക്കുന്നത്, നമുക്കൊരു ബയോപ്സി അയക്കേണ്ടി വരും. ബയോപ്സി അയക്കണമെങ്കിൽ നമുക്ക് സർജറി ചെയ്യണം. അപ്പോൾ ഇതെന്താണ്, മേ ബി ക്യാൻസർ ആകാം, അല്ലെങ്കിൽ അല്ലാതിരിക്കാം. ക്യാൻസർസ് ആണോ അല്ലയോ എന്ന് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം FNSCയിൽ റിപ്പോർട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതേ തട്ടിക്കളയണ്ടല്ലോ എന്ന് ചോദിച്ച ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ച്, വീണ ചെറുപ്പമാണ്, മാരീഡ് ചെയ്തിട്ടില്ലാത്ത കുട്ടിയാണ്, അപ്പം ആലോചിച്ചിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ചെയ്യാം നമുക്ക്. ഇപ്പം ഇത് കാരണം എന്താണെന്ന് അറിയാതെ എനിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല.
അപ്പം ഞാൻ ഡോക്ടറിനൊക്കെ സമ്മതം പറഞ്ഞു. അപ്പം ഡോക്ടർ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞു. മേ ബി സർജറി ചെയ്ത് കഴിഞ്ഞാൽ അമ്മയോട് പറഞ്ഞതാണ് കുട്ടിയുടെ സൗണ്ട് പോകും. അത് 100% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സൗണ്ട് മേ ബി പോയേക്കാം, ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ ഒട്ടും കിട്ടാതെ വരാം. അത് ഓരോ ഡോക്ടേഴ്സ് പറയുന്ന ഓരോ സജഷനാണ്. അങ്ങനെ ആകാമെന്നല്ല, ചാൻസസ് പറയുന്നതാണ്. എല്ലാവർക്കും അങ്ങനെ ആവത്തില്ല കേട്ടോ. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. ഡോക്ടേഴ്സ് എല്ലാ കാര്യവും നമ്മൾക്ക് പറഞ്ഞു തരുമല്ലോ, അപ്പം പറയണമല്ലോ എല്ലാ കാര്യം. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. തൈറോയിഡക്ടമിയാണ് ചെയ്യാൻ പോകുന്നത്, ടോട്ടൽ തൈറോയിഡക്ടമി. അപ്പോൾ നമുക്ക് ഗ്രന്ഥി ഫുള്ളാണ് ഇങ്ങോട്ട് എടുക്കേണ്ടത്. മുഴ മാത്രമായിട്ട് ആടുന്നെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് മുഴ വന്നിരിക്കുന്നത് ആ ഗ്രന്ഥിയുടെ വലത് സൈഡിലെ ലോബിലാണ്. മാത്രമേ എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഗ്രന്ഥി ഫുള്ള് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നാലും നമുക്ക് ബയോപ്സിക്ക് അയക്കാം, എന്ത് കാരണത്താലാണെന്ന് അറിയാൻ പറ്റും. ഞാൻ കണ്ണു അടച്ച് അങ്ങോട്ട് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ചെയ്തേക്കാം എന്ന് പറഞ്ഞു. എനിക്ക് വേറൊരു ടെസ്റ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, TPO, ആൻറ്റി TPOയും കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ആൻറ്റി TPO എന്ന് വെച്ചാൽ ഹസിമോട്ടോ ഡിസീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തതാണ് ഡോക്ടർ പറഞ്ഞിട്ട്. അത് 35 താഴെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് 100ലാണ് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഹസിമോട്ടോ ഡിസീസ് ആയിരുന്നു എൻ്റെ തൈറോയിഡിൽ ഉണ്ടായിരുന്നത്, ഹസിമോട്ടോസ് ഡിസീസ്. ഓക്കെ, അതായത് ആൻറ്റി TPO എന്ന് വെച്ചാൽ തൈറോയ്ഡ് പെറോക്സിഡേറ്റ്. നല്ല വ്യക്തമായിട്ട് നമ്മുടെ ഭാഷയിൽ സാധാ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിനെ നമ്മുടെ ശരീരം തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ്. കാരണം അവനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് ഹസിമോട്ടോസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി TPO കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഹസിമോട്ടോ ഡിസീസ് ആണെന്ന് ഉറപ്പിച്ചു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഹസിമോട്ടോ മൂത്തിട്ട് തൈറോയിഡിനെ നശിപ്പിക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ആൻറ്റി TPO കൂടി നിൽക്കുന്നതുകൊണ്ട് അതും സമാധാനമായി, അതും മനസ്സിലാക്കി. ഹസിമോട്ടോസ് ഡിസീസ് ആണെന്ന് കൂടി ഉറപ്പിച്ച്. അതായത് നമ്മുടെ ബ്ലഡിൽ തൈറോയ്ഡ് കൂടിപ്പോയി ആ ഒരു അവസ്ഥയാണ്. ഓക്കെ, ഡോക്ടർ പറഞ്ഞ നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന കുറച്ച് എന്ന് പറയുമ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകും. പിന്നെ ഞാൻ പറഞ്ഞു സൗണ്ട് പോകുന്നു, ഡോക്ടർ നേരത്തെ തന്നെ പറഞ്ഞു സൗണ്ട് ഉണ്ടെങ്കിൽ സൗണ്ട് പോകും. പിന്നെ കാൽസ്യം ഡെഫിഷ്യൻസി, ഇത്രയും സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും, ചാൻസസ് ആണ് എന്ന് നമ്മളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ സർജറിക്ക് വേണ്ടി ഡേറ്റ് എടുത്ത് ഞാൻ ഓക്കെ പറഞ്ഞു. എന്തായാലും ഇത് കളഞ്ഞേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്കിത് വെച്ചുകൊണ്ടിരുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് സർജറി ചെയ്യാം ഡോക്ടറെ എന്ന് ഞാൻ തന്നെ എൻ്റെ സമ്മതം പറഞ്ഞു. അങ്ങനെ സർജറി ഇനി നമുക്ക് എൻ്റെ സർജറി മുതലുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെ സർജറിക്ക് ഡേറ്റ് എടുത്തു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എടുത്ത് പറയാമല്ലോ, അനസ്തേഷ്യ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നല്ല സപ്പോർട്ടീവായിട്ട് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വന്നു. കയറുന്നതും എന്നെ വിളിക്കുന്നതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം ആദ്യത്തെ സർജറിയായി ജീവിതത്തിൽ. അപ്പം അതിൽ നിന്നൊരു എങ്ങനെയാണ് എന്താണ് ഞാൻ കുറേയൊക്കെ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വേണ്ട വ്യക്തമായിട്ടുള്ളൊരു മറുപടി ഒരു വീഡിയോയിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പൂർണ്ണ ധൈര്യം സംഭരിച്ച് സത്യം പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അനസ്തേഷ്യ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജനറൽ അനസ്തേഷ്യ ആണല്ലോ, നമുക്കൊന്നും പേടിക്കേണ്ട. നമ്മളെന്തോ ഒരു സ്വപ്നലോകത്തു നിന്ന് എഴുന്നേറ്റ് വന്ന ഒരവസ്ഥയായിരുന്നു. കാരണം തിയേറ്ററിലോട്ട് കയറുന്നതും എന്നെ വിളിക്കുന്നതും എല്ലാം ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാന്നുള്ള ഒരവസ്ഥയായിരുന്നു. കാരണം മാസ്ക് വെക്കാൻ പോവാണെന്ന് പറയുന്നതും കേട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വിളിക്കുന്നതും അത്രയും മാത്രമേ എൻ്റെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി അവിടെ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അതങ്ങനെയാണല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല. ഓപ്പറേഷൻ പേടിയുള്ളവരോട് ഞാൻ പറയുകയാണ്, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അനസ്തേഷ്യ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു കാര്യം അറിയത്തില്ല, എന്തോ കോമയിൽ കിടക്കുന്ന പോലത്തെ അവസ്ഥയായിരിക്കും, സ്വപ്നം പോലും കാണത്തില്ല. അപ്പോൾ തിയേറ്ററിൽ വന്നിട്ട് മാസ്ക് വെക്കുവാണ് കേട്ടോ എന്ന് പറഞ്ഞ് അതും ഞാൻ കേട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. പക്ഷെ എൻ്റെ മൈൻഡിൽ വന്നിരിക്കുന്നത് വെച്ചതും വിളിച്ചതും ആ ഒരു ടൈമിലാണെന്ന്. അത്രയും നമുക്ക് അറിയത്തുള്ളൂ, വേറെ ഒന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനകത്ത് ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് പോയി ചെയ്യാനിരിക്കുന്നവർക്ക് ഒന്നും നമ്മൾ അറിയത്ത് പോയില്ല. ഓക്കെ, അപ്പം സൗണ്ട് പോകുന്ന ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ അതുണ്ട്. അപ്പം എന്നെ വിളിച്ചപ്പോൾ തന്നെ ഡോക്ടറിൻ്റെ സൗണ്ട്, അത് എൻ്റെ ഡോക്ടറിൻ്റെ സൗണ്ടാണ് ഞാൻ കേട്ടത്. ആരെയും കാണാൻ പറ്റുന്നില്ല. എന്നോട് ആദ്യം തന്നെ ചോദിച്ചത് വീണ ഇത് കഴിഞ്ഞു, ഇപ്പോൾ വീണയുടെ പേര് പറയാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആരോ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ഡോക്ടർ തന്നെയാണ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പയ്യെ ഇങ്ങനെ എൻ്റെ പേര് പറഞ്ഞു. അപ്പം അവർക്ക് മനസ്സിലായി സൗണ്ട് പോകുമെന്ന് പറഞ്ഞാൽ എന്തോ മിറക്കിൾ സംഭവിച്ച പോലെ. എല്ലാവർക്കും എന്നല്ല കേട്ടോ, ചുരുക്കം ആളുകൾക്ക് മാത്രമേ സൗണ്ട് പോകത്തുള്ളൂ. ദൈവത്തിൻ്റെ സഹായത്താൽ എൻ്റെ സൗണ്ടൊന്നും പോയില്ല, സൗണ്ടിന് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ തന്നെ അവർ സക്സസ് എന്ന് പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് അർത്ഥം, സൗണ്ട് തിരിച്ച് കിട്ടി, കുഴപ്പമില്ല. നമ്മുടെ വാർഡിൽ കൊണ്ടുവന്നിട്ട് അന്ന് വൈകുന്നേരം ഡോക്ടർ റൗണ്ട്സിന് വരുമല്ലോ. അപ്പോൾ അന്നും വൈകിട്ട് വന്നിട്ട് എന്നോട് ഡോക്ടർ ആദ്യം ചോദിച്ചത് വീണ എന്തെങ്കിലും പറയാനാണ്. അന്ന് ഞാൻ ഫുള്ള് കിടപ്പ, ജീവിതത്തിൽ ആദ്യത്തെ സർജറി ആയിരുന്നു. എന്നാൽ ചിലവർക്ക് ഇതൊന്നും നിസ്സാരമാണ്. ഡോക്ടർ വന്നിട്ട് പറയാൻ എന്തിനിങ്ങനെ കിടക്കുന്നു, എഴുന്നേറ്റിരുന്നു. എനിക്ക് ചിലപ്പോൾ ധൈര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ കിടക്കാൻ. ഓക്കെ, അപ്പോൾ ഡോക്ടർ ആദ്യം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു വീണ എന്തെങ്കിലും സംസാരിച്ചിട്ട് ഞാനിങ്ങനെ കുഴപ്പമില്ല ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് സൗണ്ടിന് കുഴപ്പമൊന്നും ഇല്ല, എൻ്റെ സൗണ്ട് തിരിച്ചു കിട്ടി.
അവർ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ എൻ്റെ സൗണ്ടിൽ ഉണ്ടായില്ല. അപ്പോൾ ഡോക്ടർ വന്ന് ആദ്യം തന്നെ ചോദിച്ചത് എന്നോട് സംസാരിക്കണം. അപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും സന്തോഷമായി, വീട്ടുകാർക്ക് സന്തോഷമായി, ഡോക്ടർക്ക് സന്തോഷമായി, വീണ സംസാരിച്ച് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സൗണ്ട് പോകുന്നുള്ള പേടി മാറി, അത് ഓക്കെ. പിന്നെ അന്നത്തെ ഡെയിലി ഞാൻ എന്താണ് കഴിച്ചത്, വൈകുന്നേരം എല്ലാവരും എന്നെ എഴുന്നേറ്റിരുത്തി അന്ന് ചെറിയ കഞ്ഞി, ചൂട് പൊടിയരിക്കഞ്ഞിയൊക്കെ ഇല്ല, ആ കഞ്ഞിയാണ് എന്നെ കൊണ്ട് കഴിപ്പിച്ചത്. അത് ഞാൻ ക്ലാസ്സിലാണ് കഴിച്ചത്, ഒരുപാടൊന്നും ഇല്ല. ഈ ക്ലാസ്സിൽ ചെറിയ സ്പൂണിൽ ഇങ്ങനെ കോരി ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ രാത്രി ഉള്ള ഫുഡ് അതായിരുന്നു, കഞ്ഞി മാത്രം ചെറിയ ഉപ്പിട്ടിട്ട്. അപ്പം വേദന ഉണ്ടോ എന്ന് കുറച്ച് പേരെന്നോട് ചോദിച്ചായിരുന്നു. അതായത് എനിക്ക് അന്നത്തെ ദിവസം വേദന ഉണ്ടാന്ന് ചോദിച്ചാൽ വേദന, ഇത് ചെയ്തതിൻ്റെ വേദന നമുക്ക് അറിയത്തില്ല. കാരണം അന്ന് മുതൽ നമുക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു, ട്രിപ്പിലൂടെ ആണെങ്കിലും ഇഞ്ചക്ഷനിലൂടെ ആണെങ്കിലും നമുക്ക് അന്ന് മുതൽ മരുന്നുണ്ട്. അപ്പം നമ്മളൊന്നും അറിയുന്നില്ല. വേദന ഉണ്ടാന്ന് ചോദിച്ചാൽ ഇവിടെ ചെയ്ത് വെച്ചിരിക്കണം, ആ ഫീല് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും, കഴിക്കുമ്പോൾ വേദന എടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കഞ്ഞി ഇറക്കിയത്. അപ്പോൾ വേദന ഉണ്ടെന്ന് വെച്ചാൽ വേദന ഉണ്ട്, ചെറിയ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ പനിക്ക് വരുന്ന ഒരു തൊണ്ടവേദനയില്ല, അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ ട്യൂബ് ഇറക്കിയതിൻ്റെ, അത് തൊണ്ടയിലൂടെ പോയതിൻ്റെ ആ ഒരു പെയിനാണ് അപ്പോൾ വരുന്നത്. അല്ലാതെ സർജറിയുടെ പെയിൻ അല്ല വരുന്നത്. അനസ്തീഷ്യ ഓപ്പറേഷൻ ടൈമിൽ നമുക്ക് വായിൽ കൂടെ ട്യൂബ് ഇറക്കുമല്ലോ, അപ്പോൾ ആ ട്യൂബ് ഇട്ടതിൻ്റെ ഉള്ള പെയിനാണ് ആ തൊണ്ടയിൽ ഉള്ളത്. അല്ലാതെ സർജറിയുടേതായ പെയിനൊന്നും എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. ചെറിയൊരു തൊണ്ടവേദന ഫുഡ് കഴിക്കുമ്പോൾ അത്രേ ഉള്ളത്, അങ്ങനെ വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേടിക്കണ്ട. അന്നത്തെ രാത്രി അങ്ങനെ മരുന്നൊക്കെ തന്ന് കഞ്ഞിയും കുടിച്ച് ഗുളികയും കഴിച്ച് അന്ന് രാത്രി മുതൽ ഗുളിക കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഗുളിക സെറ്റ് പോരാൻ തുടങ്ങി ഗുളിക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നടത്തിപ്പിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പിടിച്ച് നടത്തിപ്പിച്ച്. അങ്ങനെ അന്നത്തെ ഇടയിൽ നടന്ന് വീണ്ടും വന്നിരുന്നു. ഞാൻ മരുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, രാവിലെ മുതൽ തൈറോയിഡിൻ്റെ ഗുളിക തരാൻ തുടങ്ങി. എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് പിറ്റേ ദിവസം രാവിലെ മുതൽ 100ൻ്റെ തൈറോക്സിനാണ് തുടങ്ങിയത്. അതും വേറെ എന്തൊക്കെ ഗുളികയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാൽസ്യത്തിൻ്റെ ഗുളികയും, അത് 4 വെച്ചിട്ടായിരുന്നു. അത് കാരണം ഞാൻ പറഞ്ഞു കാൽസ്യം ഡെഫിഷ്യൻസി, എനിക്ക് വന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസിയാണ് ഉണ്ടായത്. അപ്പം രണ്ടാമത്തെ ഡേ മുതൽ ഗുളികകളെല്ലാം കഴിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ ഡേ മുതൽ എന്നെ നടക്കാനായിട്ട് എഴുന്നേൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളിങ്ങനെ കുഴഞ്ഞു പോകുന്നൊരവസ്ഥ, ഒട്ടും കാല് കുത്തി നല്ലപോലെ നടക്കാൻ പറ്റുന്നില്ല. അപ്പോഴും എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പിടിച്ചോണ്ടൊക്കെ പോയി പിന്നെയും തിരിച്ചു വരും. അങ്ങനെ വെടി വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ തുള്ളൽ പനി പോലെ തുള്ളാൻ തുടങ്ങി. കാരണം കൈയൊക്കെ കിടന്ന് വിറക്കുന്നു, കാല് കിടന്ന് തരിക്കുന്നു. കാരണം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്തൊരവസ്ഥ. നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ നടക്കുന്നത്, നമുക്ക് കൈ ഇങ്ങനെ അവിടെ നിന്ന് വിറക്കുന്നു, പക്ഷെ ആർക്കും കാണാൻ പറ്റത്തില്ല. തന്നെ ഇങ്ങനെ തരിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ചുണ്ട് രണ്ടും ഇങ്ങനെ തരിച്ചുകൊണ്ടിരിക്കും, കാലും കയ്യും ചുണ്ടും. ഇത്രയും സംഭവമായിരുന്നു എനിക്ക് അന്ന് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. കാരണം തരിച്ചുകൊണ്ടിരിക്കുക. ആ തരിപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്, ഈ തൈറോയിഡക്ടമി കഴിഞ്ഞവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി 100% എന്തായാലും ഉണ്ടാകും. കാരണം പാരാതൈറോയിഡിൻ്റെ ഉപയോഗം എന്താ, നമ്മുടെ ശരീരത്തിലെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്, അതായത് കാൽസ്യത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്നതാണ് അവൻ്റെ ജോലി. അപ്പോൾ ഈ തൈറോയിഡക്ടമി കഴിഞ്ഞതോടെ എനിക്ക് അത് പോയി. അപ്പോൾ എൻ്റെ കാൽസ്യം ഡെഫിഷ്യൻസി അന്ന് മുതൽ തുടങ്ങി. കാരണം എൻ്റെ ശരീരത്തിൽ ഒട്ടും കാൽസ്യം ഇല്ലാതായി. അപ്പോൾ മുതൽ ഓപ്പറേഷൻ കഴിഞ്ഞത് മുതൽ ശരീരത്തിൽ കാൽസ്യം ഇല്ല. അതുകൊണ്ടാണ് കൈകാലുകൾ ഇങ്ങനെ തരിച്ച്, ചുണ്ടും തരിപ്പ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ചിലവർക്ക് ഇങ്ങനെ അപസ്മാരം പോലത്തെ അവസ്ഥ വരും. കാരണം എനിക്ക് അന്നത്തെ ദിവസം, ഒരു ദിവസം രാത്രി നമുക്കിങ്ങനെ പെട്ടെന്ന് തണുപ്പ് കയറി വരും, ഭയങ്കര കുളിര് പോലെ വന്നിട്ട് ഇങ്ങനെ ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുപോലത്തെ എക്സ്പ്രഷൻ ആയിരുന്നു. ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഫുള്ള് കിടന്ന് തുള്ളൽപ്പനി പോലെ വിറക്കുമോ ഞാൻ. കാരണം ഈ കാൽസ്യം ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പം അവിടെ നിന്ന് നഴ്സുമാർ പോലും പേടിച്ചു പോയി, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അവർക്ക് മനസ്സിലായി. ആ കാൽസ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുത്ത് അപ്പോൾ നോക്കിയപ്പം 5ലാണ് നിൽക്കുന്നത് കാൽസ്യം. നോർമലി 8 അല്ലെങ്കിൽ 9 എത്തിയാലേ ഒരാൾ ഹെൽത്തിയാന്ന് പറയത്തുള്ളൂ. എനിക്ക് 5ലായിരുന്നു എൻ്റെ കാൽസ്യം നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വേണമായിരുന്നത്. ഓക്കെ, അപ്പോൾ 5ൽ നിന്ന കാൽസ്യം. അപ്പോൾ അന്ന് മുതൽ എനിക്കവർ കാൽസ്യം ഗ്ലൂക്കോനേറ്റ് എന്ന് പറയുന്ന ട്രിപ്പ് ഇടാൻ തുടങ്ങി. കൂടാതെ കാൽസ്യത്തിൻ്റെ ഗുളികയും തരാൻ തുടങ്ങി. അപ്പോൾ അന്ന് മുതൽ ഞാൻ കാൽസ്യം ഗ്ലൂക്കോനേറ്റിൻ്റെ കൂടെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഈ സൈഡിൽ കാണിച്ചു തരാം. അന്ന് നടക്കുന്ന പരുവമാണ്, ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണം. നടക്കാൻ വയ്യ, കാൽസ്യം ഇല്ല ശരീരത്തിൽ, ഒട്ടും അനങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പം അതിൻ്റെ കുറേ ക്ലിപ്പും വീഡിയോസും എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിൽ ആഡ് ചെയ്യാം എൻ്റെ കൂടെ പറയുന്ന കൂട്ടത്തിൽ. ശരിക്കും കാൽസ്യം കുറഞ്ഞു പോയിട്ട്. അപ്പോൾ പിന്നെ അന്ന് മുതൽ എനിക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കാൽസ്യം ഗ്ലൂക്കോനേറ്റ് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്ത്, കൂടാതെ വൈറ്റമിൻ D3 കാൽസ്യം ഗുളികയും കഴിക്കാൻ തുടങ്ങി. IV സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ആശ്വാസം കിട്ടി തുടങ്ങി. 3-4 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും. കൂടാതെ നമ്മൾ ടാബ്ലറ്റും കഴിക്കുന്നുണ്ടല്ലോ, തൈറോയിഡിൻ്റെയും അല്ലാതെ കാൽസ്യത്തിൻ്റെയും കഴിക്കുന്നുണ്ട്. കൂടാതെ കാൽസ്യം ഗ്ലൂക്കോനേറ്റും കയറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ കൂടാതെ പാല് കുടിക്കാൻ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ പാല് കൊടുക്കാൻ പറഞ്ഞു. പാലിൽ ബദാം മിക്സ് ചെയ്തിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ
കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ കൊടുക്കാം. അതൊക്കെ കഴിക്കുവാണെങ്കിൽ അന്ന് തന്നെ, എന്നാൽ ഒരുപാട് ഞാൻ ഓവറായിട്ട് കഴിക്കുന്നില്ല. എനിക്ക് ചോറ് കഴിക്കണമെന്ന് തോന്നലുണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കഞ്ഞി മാത്രമാണ്, ഈ കഞ്ഞിയും പാലുമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഫ്രൂട്ട്സ് ജ്യൂസാക്കി കൊണ്ടുവന്ന് എനിക്ക് വയ്യ, കഴിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ട്രിപ്പിലൂടെയാണ് ഞാൻ ജീവിച്ചു പോയത് സത്യം പറഞ്ഞാൽ അന്നത്തെ ഡേയ്സ്. അപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസിയാണ് എനിക്ക് തൈറോയ്ഡക്ടമി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു മാരകമായ അവസ്ഥ എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഓർക്കാണ്. കാരണം അതുപോലെ ഞാൻ കഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ. പക്ഷെ ആ ട്രിപ്പ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആയി, ഏകദേശം കുഴപ്പമില്ല. 5 ദിവസം 6 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആകേണ്ട ഞാൻ ഒരു 9 ദിവസം എക്സ്ട്രാ ഞാൻ അവിടെ കിടന്നു. ഈ കാൽസ്യം കുറഞ്ഞിരിക്കണോണ്ട് എൻ്റെ കൂട്ടത്തിൽ വന്നത് തൈറോയ്ഡക്ടമി ചെയ്തവരും പാർഷ്യലി ചെയ്തവർക്കും ഒക്കെ കുറേ പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ പാർഷ്യലി ചെയ്തവർക്ക് കുഴപ്പം കാണത്തില്ല കേട്ടോ. കൂടുതലും അവർക്ക് പാരാതൈറോയ്ഡ് ഡാമേജ് ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് കാൽസ്യം പ്രോബ്ലം അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാകത്തില്ല. എൻ്റെ മൊത്തത്തിൽ എടുത്തതുകൊണ്ടാണ് എനിക്ക് അത്രയും പ്രശ്നം വന്നത്. അപ്പം പല രീതിയിൽ എൻ്റെ കൂടെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, കുറേ അമ്മമാരും കുറച്ച് ചേച്ചിമാരും ഒക്കെ. അപ്പോൾ അവരൊക്കെ നേരത്തെ പോയി. അവരുടെ കൂടെ പോകേണ്ട ഞാനാണ് ഈ 9 ദിവസം വരെ ആശുപത്രി കിടന്നത്. കാരണം കാൽസ്യം ഇല്ലാത്തതുകൊണ്ട് എന്നെ വിട്ടില്ല. അത് സെറ്റായി 9, കാൽസ്യം 5 നിന്ന് 6 ആയി. അങ്ങനെ എല്ലാ ദിവസവും കാൽസ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, നോക്കും. എല്ലാ ദിവസവും നോക്കും കാൽസ്യം എങ്ങനെയാണ് ലെവൽ ചെക്ക് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും 6 ആയി, പിന്നെ 7 ആയി, പിന്നെ 8 ആയി, പിന്നെ 8.5 ആയി. അങ്ങനെ ലാസ്റ്റ് 9 അന്ന് കണ്ടത് കൊണ്ടാണ് ഡോക്ടർ എനിക്ക് ഡിസ്ചാർജ് ചെയ്തത് കേട്ടോ. 9ലോട്ട് എത്തി, ഏകദേശം സെറ്റായപ്പോഴത്തേക്കാണ് എനിക്ക് ഡിസ്ചാർജ് ഡോക്ടർ ചെയ്തത്. അപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം ഒന്ന് പച്ച പിടിച്ച് ഒന്ന് ഓക്കെ ആയി. ഇങ്ങനെ തളർന്ന് കൂട്ടി കിടന്ന് ഞാൻ 9 കാൽസ്യം ലെവലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനൊന്ന് പച്ച പിടിച്ച്. ഞാൻ എല്ലാ ഫോട്ടോയും ഇവിടെ കാണിക്കാം. ഇങ്ങനെ കിടന്ന് ഞാൻ പിന്നെ ചിരിക്കാൻ തുടങ്ങി, സെൽഫി എടുക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ വീഡിയോ എടുക്കും. എൻ്റെ അനിയത്തിമാരോട് ഞാൻ പറഞ്ഞു, ഈ വീഡിയോസൊക്കെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അനിയത്തിമാരെ കൊണ്ട് പ്രത്യേകം ഞാൻ പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അവസ്ഥ എന്താണെങ്കിലും, ഞാൻ ശോകമാണെങ്കിലും ഹാപ്പി ആണെങ്കിലും എനിക്ക് അതിൻ്റെ വീഡിയോ എനിക്ക് എടുത്ത് തന്നിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് ഓർക്കാനുള്ളൊരു ഇതാണ്, എൻ്റെ മെമ്മറി അത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ സിസ്റ്റേഴ്സ് എടുത്തു തന്ന വീഡിയോസും ഫോട്ടോസൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയുള്ളവരൊക്കെ മനസ്സിലായി ഞാൻ ചാനലിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ കിടക്കാതെ ബ്ലോഗ് ചെയ്യടി എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ കൂട്ടുകാരും കിട്ടിയുള്ളൂ. അപ്പോൾ എന്നെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു അവർ. ഇങ്ങനെ കിടക്കാതെ കിടന്ന് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറയുന്നത് എന്തിനാ ഉടക്കണത്, പോയി വീഡിയോ എടുക്കുക കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശ പറയും എല്ലാവരും കൂടി. എന്നെ ഒന്ന് ബിൽഡപ്പാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കിടക്കുക, ഒട്ടും ഇങ്ങനെ ഉടക്കുന്നു. അതിനങ്ങേപ്പുറം ഡ്രെയിൻ ഇട്ടിരിക്കണോണ്ട് എനിക്ക് ഒട്ടും അനങ്ങാൻ മേല. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ഇങ്ങനെ കഴുത്തനക്കാൻ മേലാത്ത അവസ്ഥയിൽ നിൽക്കും എല്ലാവരും. ബാക്കിയുള്ളവർക്ക് അവിടെ ഇങ്ങനെ ഓടിച്ചാണ് നടക്കുന്നത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് സഹിക്കാൻ പറ്റാനായിട്ടാണെന്ന് അറിയത്തില്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഒരു 3, 4, 5-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴാണ് ഡ്രെയിൻ അഴിച്ചത്. ഈ ഡ്രെയിൻ ഊരി മാറ്റിയപ്പോൾ കുറച്ചുകൂടി സമാധാനമായി. കാൽസ്യം ലെവൽ 9ലോട്ട് എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഡിസ്ചാർജ് ചെയ്ത് അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചു വന്ന് ഏകദേശം ഒരു 1 മന്തൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കാൽസ്യം സെറ്റായി കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നിട്ട് ഓടിക്കളിക്കുമല്ലോ, റെസ്റ്റ് എടുക്കുമല്ലോ. അപ്പം റെസ്റ്റ് എടുക്കുന്ന ടൈം മുതൽ നമ്മൾ കാൽസ്യം ടാബ്ലറ്റും തൈറോയിഡിൻ്റെ ഗുളികയും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ റെസ്റ്റ് എടുക്കുന്ന ഒരാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നു. 7 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും റെസ്റ്റ് ആണല്ലോ. ഒരു 1-2 മാസമെങ്കിലും ഞാൻ റെസ്റ്റ് എടുത്തു. മുറിവൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് കഴിച്ച്, പെട്ടെന്ന് ഉണങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് കഴിച്ച്. പിന്നെ ഗുളിക ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അന്ന് മുതൽ എൻ്റെ ഈ കാൽസ്യം കൺട്രോൾ, കാരണം അത് കുറഞ്ഞു പോയാൽ പിന്നെ ഓടേണ്ടി വരും ഹോസ്പിറ്റലിലോട്ട്. കാരണം നമുക്കറിയാം നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി ഇല്ല. അത് അറിഞ്ഞിട്ടും ഇനി ഞാൻ പണ്ടത്തെ പോലെ ഗുളിക സ്കിപ്പ് ചെയ്താൽ പണിയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതുമൂലം പ്രശ്നമൊന്നും ഇല്ല ഇപ്പം. കാരണം നമ്മൾ കൺട്രോൾ ചെയ്ത് ഗുളികയൊക്കെ എടുത്ത് കറക്റ്റായിട്ട് പക്കയായിട്ട് കൊണ്ടുപോയാൽ ഇത് സെറ്റാണ്. ഇത് വലിയ അസുഖമൊന്നുമല്ല. അപ്പം പിന്നെ ഞാൻ പറയാൻ വരുന്ന കാര്യം, ഫ്രൂട്ട്സ് നമുക്ക് കാൽസ്യം വെക്കാൻ വേണ്ടിയിട്ട് ഗുളിക മാത്രമല്ലല്ലോ, ഗുളിക അല്ലാതെ ഫുഡും കൺട്രോൾ ചെയ്യണം. ഫുഡിലൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണം. ഗുളിക കുറച്ച് അങ്ങനെ ആ ഡോസ് കുറച്ച് കൊണ്ടുവന്നു. കാൽസ്യം ഗുളിക എന്നുള്ളത് 2 ആയി, പിന്നെ 1 ആയി, അങ്ങനെ കുറച്ച് കൊണ്ടുവന്നു. കാരണം അപ്പം ഞാൻ പാല് കുടിക്കും, മുട്ട, പിന്നെ മുരിങ്ങയില, ഇതെല്ലാം കാൽസ്യത്തിന് നല്ലതാണ്. അപ്പോൾ അതൊക്കെ മുരിങ്ങയിലേക്ക് എന്നെ കൂടി തീറ്റിക്കുമായിരുന്നു എൻ്റെ വീട്ടിൽ, കാൽസ്യം ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ സെറ്റാക്കി എടുത്ത് അങ്ങനെ കാൽസ്യം ഇടക്കിടക്ക് പോയി ചെക്ക് ചെയ്യുമ്പോഴും കൂടിയും കുറഞ്ഞ് നിൽക്കുന്ന, ശരിക്കും ലോയിലോട്ട് പോകത്തില്ല. 7, 8, 9 അങ്ങനെ നിൽക്കും. അതിങ്ങനെ വേരിയേഷൻ വരും നമ്മൾ ടാബ്ലറ്റ് എടുക്കുന്ന പോലെ. ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഇല്ലാത്ത ഒരാളാണെന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അതുപോലത്തെ ഫുഡ് കഴിക്കുക, കാൽസ്യം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ ഇപ്പം എനിക്ക് കുഴപ്പമില്ല. 3 മാസം റെസ്റ്റും എല്ലാം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സമാധാനമായി. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് സ്കാറും കാര്യങ്ങളും ഇതെല്ലാം മാറി കണ്ടോ, പാടൊന്നുമില്ല. ഞാൻ അന്നത്തെ പിക്കൊക്കെ ഞാൻ ഇവിടെ ആയിരുന്നു, എനിക്കിപ്പോൾ അതെല്ലാം മാറി. ഇപ്പം എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് അവിടെ അസ്വസ്ഥതയോ ഒന്നുമില്ല. ആ ടൈമിൽ സ്റ്റിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ
ഇച്ചിരി വലിച്ചിലൊക്കെ തോന്നിയായിരുന്നു. അപ്പോൾ അത് ഡോക്ടർ എനിക്ക് എക്സസൈസ് പറഞ്ഞു, ഇങ്ങനെ അനങ്ങാതെ വെച്ചുകൊണ്ടിരിക്കരുത്, ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടേക്ക് ഒന്ന് വലിയത്തുള്ളല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. 8 മാസം ആയപ്പോഴത്തേക്ക് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പാടൊക്കെ. അതുകൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളു തൈറോയ്ഡിൻ്റെ പ്രശ്നങ്ങൾ. കാൽസ്യം പ്രോബ്ലം ഉണ്ടാകുമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അല്ലാതെ എല്ലാവർക്കും ഇങ്ങനെ വന്നോന്നില്ല കേട്ടോ. എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നല്ല ഡോക്ടറിനെ കാണുക, ഡോക്ടർ പറയുന്ന രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ടാബ്ലറ്റ് ഡോക്ടർ പറയുന്ന രീതിക്ക് ഡോസ് എടുക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിലൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക എന്ന് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കണം എന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്ത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഞാൻ ശരിക്കും ഷോക്കായിട്ടിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ പവറായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. 5ാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകാൻ പറ്റും. എൻ്റെ ഈ വെപ്രാളം കൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചത്. ഓക്കെ, ഇപ്പം എനിക്ക് കാൽസ്യം പ്രോബ്ലം ഇല്ല, ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. ഇപ്പം ഒന്നിടവിട്ട് ഞാൻ കാൽസ്യം ഗുളിക കഴിക്കുന്നുണ്ട്. തൈറോയിഡിൻ്റെ ഗുളിക ലൈഫ് ലോങ് കഴിക്കണം. ഞാൻ 100 ആണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ TSH നോർമൽ 2.5 ഒക്കെയാണ് നിൽക്കുന്നത്. ഇപ്പം ലോയാ, കുഴപ്പമില്ല, നോർമലി നിൽക്കുന്ന രീതിയിൽ തന്നെ നിൽക്കുന്നത്. തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അത് നിർത്താൻ പറ്റത്തില്ല. ശരിക്കും ഗ്രന്ഥി ഇല്ലാത്തവരായതുകൊണ്ട് തന്നെ അത് ഇനി ലൈഫ് ലോങ് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. മുടങ്ങാതെ കഴിക്കുക. വെളുപ്പിന് കാൽസ്യം ഗുളിക കഴിക്കുക. ഇടക്കിടക്ക് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് ഈ സ്റ്റിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് 1-2 ആഴ്ച ഇടവിട്ട് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഡോക്ടറെ ചെന്ന് കാണുക, TSH ലെവൽ ചെക്ക് ചെയ്ത് ഡോക്ടറിനെ കാണിക്കുക, കാൽസ്യം ചെക്ക് ചെയ്ത് ഡോക്ടറിനെ കാണിക്കുക. ഡോക്ടറിനെല്ലാം പക്കയായി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഫോളോ അപ്പിന് പോയാൽ മതി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഹെൽത്തി ഫുഡ് കഴിച്ച് ഹെൽത്തി ആയിട്ട് നല്ല ടാബ്ലറ്റും ഒക്കെ കഴിച്ച് സെറ്റായാൽ നമുക്കൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം സർജറി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കുട്ടി ചെറുതാണോ വലിയ ആളാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ എന്നോട് ആൾ പ്രത്യേകം പറഞ്ഞ് അർജൻറ്റായിട്ട് വീഡിയോ ഇടും, എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് എൻ്റെ സർജറി എക്സ്പീരിയൻസ്. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഞാൻ പറയാൻ മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ടെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഡൗട്ടിനുള്ളത്. ഓക്കെ, അപ്പം സർജറിക്ക് പോകാനിരിക്കുന്നവരും തൈറോയ്ഡ് മൂലം ബുദ്ധിമുട്ടുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ടാബ്ലറ്റ് നല്ലപോലെ എടുത്താൽ മതി. അതുപോലെ ഡയറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ തൈറോയ്ഡ് ഉള്ളവർ കഴിക്കാൻ പാടില്ലെന്ന് പറയുന്ന ഫുഡ് കഴിക്കരുത്. അല്ലെങ്കിൽ എന്നെയൊക്കെ പോലെ ഞാൻ അത് മോശമാക്കി കൊണ്ടുപോയ അവസ്ഥയിലോട്ട് എത്തിക്കരുത്. നിങ്ങൾ ഇത് വലിയ ഡിസീസൊന്നുമല്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഡോക്ടറിനെ കാണുക. ഞാൻ പറഞ്ഞ രീതി ഒന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല. ഒരിക്കലും ഇതൊരു അഡ്വൈസ് അല്ല, എൻ്റെ എക്സ്പീരിയൻസ് മാത്രം ഞാൻ ഷെയർ ചെയ്തതാണ്. ഞാൻ ഫോളോ ചെയ്ത രീതി ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ നല്ലൊരു ഡോക്ടറിനെ കാണുക, ഡോക്ടർ പറയുന്ന രീതിയിൽ മരുന്ന് ഡോസ് എടുക്കുക, നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ സർജറി പറഞ്ഞിരിക്കുന്നവരൊന്നും പേടിക്കണ്ട, വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ധൈര്യമായിട്ടിരുന്നാൽ മതി, ഒരു കുഴപ്പമുണ്ടാവത്തില്ല. ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബയോപ്സിയുടെ റിസൾട്ട് വന്നു. ഈ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണ പോലത്തെ അവസ്ഥയായിരുന്നു. കാരണം ക്യാൻസർ ആകുമോ എന്ന് ഡോക്ടറിന് പേടിയുണ്ടെന്ന് ഓപ്പറേഷന് മുന്നേ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ടെൻഷനിലിരിക്കും എല്ലാവരും ഇങ്ങനെ. അപ്പോൾ 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. റിസൾട്ടിനകത്ത് ഫോളിക്കുലാർ നോഡ്യൂൾ ഡിസീസ് എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു കുഴപ്പമില്ല, ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കാരണം അത് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന അണുബാധ മൂലം ഉണ്ടാകുന്ന മുഴകളാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ചെറിയ ബബിൾസ് പോലെ ഇങ്ങനെ വന്ന് നിൽക്കും. അതായിരുന്നു 4 മുഴയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയ കുഴപ്പമുള്ളതല്ല, മേ ബി ക്യാൻസറസ് ആയേക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് വെച്ചുകൊണ്ടിരുന്ന് ഇനി അത് വലുതാകുന്ന ടൈപ്പാണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. സോ ഇപ്പോൾ എന്തായാലും തൈറോയ്ഡക്ടമി കഴിഞ്ഞ് നമ്മുടെ ബയോപ്സിയിൽ കുഴപ്പമില്ലെന്നറിഞ്ഞ് എന്തായാലും ഭയങ്കര സമാധാനമുണ്ട്. ഇപ്പോൾ ദൈവത്തിന് നന്ദിയുണ്ട്. അന്ന് മുതൽ ഞാൻ വീഡിയോ ഇടുന്നതിൽ പ്രാർത്ഥിച്ച കുറേ പേരുണ്ട്. അന്ന് മുതൽ വീഡിയോ എടുക്കുന്ന അന്ന് മുതൽ എൻ്റെ അനിയത്തിമാരെ അപ്ലോഡ് ചെയ്യുമായിരുന്നത് ഷോർട്സ് ആയിട്ട്. അപ്പോഴാണ് നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അവരായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇപ്പം നിങ്ങൾ വീഡിയോ ചോദിച്ച ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് റെസ്റ്റൊക്കെ ചെയ്ത് റിലാക്സ് ഒക്കെ ആയി ഓക്കെ ആയി കഴിയുമ്പോഴും വന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഓക്കെ, അപ്പം ഒരു കുഴപ്പമുണ്ടാകത്തില്ല, എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടാവും. പോയിട്ടൊക്കെ വാ. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ സർജറി എക്സ്പീരിയൻസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.